മണി കൺട്രോളിന്റെ പുറത്തുവന്ന സർവേ പ്രകാരം ശശി തരൂർ മുഖ്യമന്ത്രിയാകാൻ സാധ്യതയെന്ന് പറയുന്നു. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഇതുവരെ അത് അംഗീകരിച്ചിട്ടില്ല. അവരതിനുള്ള ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഞങ്ങൾ തീരുമാനിക്കുന്നേ ഉള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, പ്രശാന്ത് സാർ, ശശി തരൂർ കേരള മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവാനുള്ള ഒരു സാധ്യതയുണ്ടോ? മണി കൺട്രോളിന്റെ സർവേ റിപ്പോർട്ട് ശശി തരൂർ തന്നെ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനോടൊരു ആഗ്രഹമുണ്ട് എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും മുഖ്യമന്ത്രി സ്ഥാനത്ത് എനിക്കും ആഗ്രഹമുണ്ട്. കാരണം ഇപ്പം നീതുവിന്റെ അടുത്ത് ചോദിച്ചാൽ നീതുവും പറയായിരിക്കും, ഇരിക്കാമെന്ന് പറയായിരിക്കും മുഖ്യമന്ത്രി. അപ്പൊ ലോകത്തെ രാഷ്ട്രീയക്കാർക്ക് അപ്പുറം എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത്. നിസ്സാര പോസ്റ്റ് അല്ലല്ലോ. ഒരു പഞ്ചായത്ത് മെമ്പർ ആയിട്ടുള്ള പിറ്റേന്ന് അതുവരെ നമ്മളിലെ പട്ടിയെ പെരക്കകത്ത് കയറാത്ത പട്ടിയെ കരുത്തേല് ബെൽറ്റ് ഇട്ട് പിടിച്ചു കയറ്റുമ്പോ അത് പുറകോട്ട് നിൽക്കുന്ന പോലെ ഒന്ന് ഈ സ്ഥല സ്ത്രീകളെയൊക്കെ മത്സരിപ്പിക്കാൻ വേണ്ടി വനിതാ സംവരണം ഉണ്ടല്ലോ, പഞ്ചായത്തിൽ മത്സരിപ്പിക്കാൻ വേണ്ടിയപ്പോ പാർട്ടിക്കാരും വീട്ടുകാരും എല്ലാവരുടെ ഒരു എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് പെരക്കകത്തോട്ട് പോകുന്ന ഈ സ്ത്രീ ഒരു 5 കൊല്ലം പഞ്ചായത്ത് മെമ്പർ ആയി കഴിയുമ്പോൾ ഇലക്ഷന്റെ 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരിറങ്ങി റോഡ് നീക്കാൻ നീ എവിടെ പോടി, അത് ഞാൻ പഞ്ചായത്ത് മെമ്പർ ആവാൻ പോവാം, ബ്ലോക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ പറ്റില്ല, പിന്നെ ഭർത്താവിന്റെ അടുത്താ പറയുന്നേ അല്ലെങ്കിൽ പാർട്ടിക്കാരടുത്താ പറയുന്നത്, പിന്നെ അവർ എന്ന് പറഞ്ഞതുപോലെ ഇത് താല്പര്യം അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ ഒരു രാഷ്ട്രീയക്കാരന് ഉരുത്തിരിഞ്ഞാൽ അവന്റെ താല്പര്യം അധികാരമാണ്. അധികാരത്തിനകത്ത് മന്ത്രിയായി MLA ആകുന്നു, അത് കഴിഞ്ഞ് മന്ത്രിയാകുന്നു, പിന്നെ മുഖ്യമന്ത്രിയാകുന്നു, കേന്ദ്രമന്ത്രിയാകുന്നു, പ്രധാനമന്ത്രി. അപ്പൊ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം ശശി തരൂർ ആരാകും എന്നുള്ളതല്ല, ശശി തരൂരിനല്ല കോൺഗ്രസിനകത്ത് തന്നെ എല്ലാവരും മാർക്സിസ്റ്റ് പാർട്ടി വിവിധ പാർട്ടിക്കകത്ത് ആൾക്കാർ ഇത് താല്പര്യപ്പെടുന്നവരാണ്. അപ്പം ഇപ്പൊ ശശി തരൂരിന് അറിയാം ജന്മം ഉണ്ട് എന്നെ മുഖ്യമന്ത്രി പോയിട്ട് ഇനി അടുത്ത പ്രാവശ്യം ഈ പാർട്ടിയുടെ 1 രൂപ മെമ്പർഷിപ്പ് പോലും തരത്തില്ല. 1 രൂപ അല്ല 20 രൂപ 50 രൂപ കണ്ട കോൺഗ്രസ് മെമ്പർഷിപ്പ് തരത്തില്ല. ഇപ്പം ചെയ്യാത്തത് പാർട്ടിയെ ബാധിക്കും, അത് ഇന്ത്യയിൽ ചർച്ചയാകും, ലോകത്തുടനീളം ചർച്ചയാകും, പാർട്ടിക്ക് അത് ക്ഷീണമുണ്ടാക്കും. അതിന് പുറത്താക്കാൻ എടുത്ത അല്ലെങ്കിൽ ഉണ്ടായ കാരണങ്ങൾ എന്താണെന്ന് ചർച്ച ചെയ്യുമ്പോൾ അത് ഇന്ത്യക്ക് അനുകൂലമായിട്ടും ദേശീയതയ്ക്ക് അനുകൂലമായിട്ടും സിന്ദൂർ എന്ന് പറയുന്ന ഒരു വലിയ ഓപ്പറേഷൻ അനുകൂലമായിട്ടും ഞാൻ പറഞ്ഞത് കൊണ്ടാണ് എന്ന് എന്നെ പുറത്താക്കിയത് എന്ന് കോൺഗ്രസിന് പഴി വരും. അതുകൊണ്ടാണ് കോൺഗ്രസ് പുറത്താക്കുന്നത്. ഇപ്പൊ ശശി തരൂർ കോൺഗ്രസ്, ഞാൻ പറഞ്ഞ നേരത്തെ ഒരു ടോക്കിനകത്ത് പറഞ്ഞ പോലെ ശശി തരൂരിനെ ഇല്ലായ്മ ചെയ്യാൻ നിൽക്കുന്ന കോൺഗ്രസ്, ശശി തരൂർ ഇതിനകത്ത് നിന്ന് ഇതിനെയും കൊണ്ടേ പോകും. ഇതിനെയും കൊണ്ടേ അയാൾ താഴത്തുള്ളൂ. അയാൾ എന്തുവാനും മുങ്ങാൻ അല്ലെങ്കിൽ അയാളെ മുക്കാൻ ഇവന്മാർ തീരുമാനിച്ചു. എന്നാൽ നിന്നെയും കൊണ്ടേ മുങ്ങത്തുള്ളൂ എന്ന് പറയത്തില്ല. വെള്ളത്തിൽ ചാവാൻ പോകുന്നവന് കച്ചിത്തുരുമ്പെ കണ്ടാലും പിടിക്കുക, അല്ലെ ഏതവനെയും പിടിക്കുക, താത്തകളയും. മുങ്ങിച്ചാവാൻ പോകുന്നവന് നീന്തറിയാമോ? ഇതാ ശശി തരൂർ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത 2029 ഇലക്ഷന് മുമ്പ് ഏറ്റവും അധികം അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒറ്റ സംസ്ഥാനം കേരളമാണ്. വന്നില്ലെങ്കിൽ ഇവന്റെ കാറ്റ് തീരുന്നതും കേരള കോൺഗ്രസിന്റെയും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെയും കാറ്റ് തീരുന്നതും ആ കേരളമാണ്. അപ്പം ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. നമ്മൾ പഠിക്കേണ്ടത് ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ മരണ പോരാട്ടം നടത്തുന്നു. അതിനകത്ത് വീണ്ടും ഒരു കാര്യമുണ്ട്. ഈ മരണ പോരാട്ടത്തിനകത്ത് കോൺഗ്രസിനകത്ത് മരണ പോരാട്ടം നടത്തുന്ന നേതാക്കന്മാരുണ്ട് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി. അത് VD സതീശന്റെ രൂപത്തിലും KC വേണുഗോപാലിന്റെ രൂപത്തിലും സുധാകരന്റെ രൂപത്തിലും ഈ പറയുന്ന എന്തോ രമേശ് ചെന്നിത്തലയുടെ രൂപത്തിലും ഒക്കെ ഉണ്ട്. അതിന്റെ കൂട്ടത്തിലാണ് ഇയാൾ വന്നേക്കുന്നത്. ഇതിനകത്ത് ഇവരെക്കാട്ടിലെല്ലാം ഒരു സർവേ വന്നാൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയ്ക്കകത്ത് ചർച്ചയില്ല, ജനങ്ങൾക്ക് താല്പര്യമുള്ള നാളെ കാലത്ത് വന്നാൽ കൊള്ളാമെന്നുള്ള ഒരു നേതാവ് ശശി തരൂർ തന്നെ. അയാൾ പറഞ്ഞ കൃത്യം. ഈ നേരത്തെ പല സർവേകളിലും കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായിട്ടുള്ള ഇപ്പൊ നേതാക്കന്മാരെ പരിഗണിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ജനഹിതം, ജനത്തിന് താല്പര്യമുള്ള നാളെ കാലത്ത് കോൺഗ്രസിനകത്ത് നിന്ന് മുഖ്യമന്ത്രിയായി വന്നാൽ ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള സർവേ റിപ്പോർട്ട് കൂടുതലുള്ള ഇയാൾക്ക് തന്നെയാണ്. സത്യമാണ്. അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്ത സർവേക്ക് പുള്ളിക്ക് 22% ഉണ്ട്. മുഖ്യമന്ത്രി ആവാൻ താറെടുത്ത് 2 ജട്ടിയും ഇട്ട് നിൽക്കുന്ന VD സതീശന് താറെടുത്ത് അല്ലെങ്കിൽ ഞാനീ പറഞ്ഞ നിൽക്കുന്ന VD സതീശൻ ആപ്പാടെ 15% ഉള്ളൂ. അതിനെക്കാട്ടി താഴെ രമേശ് ചെന്നിത്തല, അതിനെക്കാട്ടി താഴെ KC വേണുഗോപാൽ. ഈ രീതിയിലേക്കാണ് കാര്യങ്ങൾ. അപ്പൊ അയാൾ എടുത്ത് എക്സിലിട്ടു. ആരുണ്ടത് പറയാൻ? അയാൾ മാത്രമേ ഉള്ളൂ. ഞാനാടാ മുഖ്യമന്ത്രി, വാടാ ഗവൺമെന്റ് വാടാന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് ഇറങ്ങി. എക്സില് ചർച്ചയായില്ലേ? ഇന്നലെ കേരളത്തിലുടനീളം ചർച്ചയായില്ലേ? വേറെ ആരും ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ലല്ലോ. കോൺഗ്രസിന്റെ മിണ്ടാട്ടം മുട്ടിയില്ലേ? പക്ഷെ ജനങ്ങൾക്കിടയിൽ അഭിപ്രായമായി. ഈ അഭിപ്രായം എങ്ങനെ ആകുമെന്നുള്ള, അയാളെ എന്താ മുഖ്യമന്ത്രിയാക്കിയാൽ അയാൾക്ക് എന്താ കുഴപ്പം? അയാളെ ലോകം അറിയുന്നവനല്ലേ, അയാൾക്ക് വിവരമുള്ളവനല്ലേ, അയാൾ കാര്യങ്ങൾ നടത്തത്തില്ലേ? അപ്പൊ ഈ കോൺഗ്രസിനകത്ത് അതിനല്ലല്ലോ താല്പര്യം, സ്വന്തം താല്പര്യമാണല്ലോ എന്നുള്ള ഈ ചർച്ച വരും. ഇയാൾ ഇത് പൂട്ടൂടെ? മൊത്തത്തിൽ പൂട്ടും. ഇപ്പം ഏറ്റവും ആദ്യം പൂട്ടാൻ പോകുന്ന ഇവിടെ ഇത് വലിയ ചർച്ചയാവും.
അയാൾ ബി ജെ പി പോകത്തില്ല. ബി ജെ പിയും പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ അവിടെ ഇല്ല, നമുക്ക് 2029 ചേട്ടന് വേണ്ടത് തരാം, അതിനകത്ത് നിന്ന് ആ പണി അങ്ങ് നടത്തിയാൽ മതി. കാരണം കോൺഗ്രസിനകത്ത് നിന്ന് ഒരു കോൺഗ്രസ് നേതാവ് പണി നടത്തുന്നതിന്റെ അപ്പുറം അതിന്റെ വെളിയിൽ നിന്ന് വേറെ പാർട്ടിക്കാരൻ പണി നടത്തുമ്പോൾ ഏക്കത്തില്ല. കോൺഗ്രസിനകത്തു നിന്നുള്ള പണിയാക്കി വിചാരിക്കണ്ട, ആ കോൺഗ്രസിനകത്ത് നിന്ന് ആ പുള്ളി അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക, പുള്ളി അവർ അടുപ്പിക്കുന്നുണ്ടോ, അങ്ങനെ പറയുന്നതെല്ലാം ശരിയല്ലേ, ഈ രീതിയിലേക്ക് വരുക. അത് കേന്ദ്രത്തിൽ ഇപ്പൊ തന്നെ പണിഞ്ഞോണ്ടിരിക്കുന്നു, ഇവിടെ ചെയ്തില്ല, ഇവിടെ പണി ഇവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവർക്ക് ആർക്കും ഈ പറയുന്ന ശശി തരൂരിന്റെ കൂട്ടുള്ള അംഗീകാരമില്ല. നേരത്തെ ഉണ്ടായിരുന്ന കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആ കോൺഗ്രസിനകത്ത് എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ കോൺഗ്രസിനകത്ത് നേതാക്കന്മാരുണ്ടായിരുന്നു, ജനത്തിനിടയ്ക്ക് നിൽക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്നു. നമ്മൾക്കറിയാവുന്ന കെ കരുണാകരൻ പ്രശ്നങ്ങൾ എന്തായാലും ആ കരുണാകരനല്ലേ വരുന്നത്, നമുക്ക് ബാക്കിയുള്ളവരെ കാണണ്ട, വോട്ട് ചെയ്തേക്കാം കരുണാകരൻ മുഖ്യമന്ത്രി ആവട്ടെ, അയാൾ എല്ലാവർക്കും ഇഷ്ടമുള്ളവനായിരുന്നു, കൊള്ളാവുന്നവനാണ്, അവര് ഭരിച്ചാൽ കൊള്ളാം, കേരളത്തിന് ഗുണമാവും. അതിനുശേഷം ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഉമ്മൻചാണ്ടി വന്നു, ആ കൊള്ളാവുന്ന മനുഷ്യനല്ലേ, വകുമാരെ കിടന്ന് അടിക്കുന്ന നോക്കണ്ട, MLA-മാരുടെ എണ്ണം കൂടുമ്പോൾ ആരാ മുഖ്യമന്ത്രിയാന്ന്, ഉമ്മൻചാണ്ടിയല്ലേ എന്നുള്ള രീതിയിലേക്ക് ആൾക്കാർ ജയിപ്പിച്ചു വിടുകയാണ്. ആൾക്കാർക്ക് പ്രതീക്ഷയുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു കോൺഗ്രസിനകത്ത്. അത് കരുണാകരന്റെ രൂപത്തിലുണ്ടായിരുന്നു, ആന്റണിയുടെ രൂപത്തിലുണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയുടെ രൂപത്തിലുണ്ടായിരുന്നു. ഇപ്പൊ ആരുണ്ട്? ഏതവന്റെ എടുത്താലും നീതു നാളെ സമയം കിട്ടുമെങ്കിൽ വൈകിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ട് ഈ കോൺഗ്രസ് നേതാക്കന്മാരെ VD സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിനകത്ത് എന്തുകൊണ്ട് അഭിപ്രായം, മുഖം ഇങ്ങനെ ഇരിക്കും, വേറെ. അപ്പൊ രമേശന്റെ നിങ്ങൾ വേറെ വല്ല പണി, വേറെ എന്തെങ്കിലും കാര്യം പറയാനുണ്ട്, കൊച്ചിനെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കും, കുഞ്ഞിനെങ്ങനെയുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇവിടെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടല്ലോ, LKG പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ അത്രയ്ക്കുള്ള ജനങ്ങൾക്കിടയ്ക്ക് ഇവരുടെ ഒരു പരിഗണന ഞാൻ പറഞ്ഞു തന്നത് അതാണ്. അപ്പം നമ്മൾ ഈ പറയുമ്പോൾ, എത്ര പറയുമ്പോഴും, മാധ്യമങ്ങൾ വീഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുമ്പോഴും, പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോഴും, എല്ലാ പ്രശ്നങ്ങളെയും നമ്മൾ ഉണ്ടെന്ന് വിചാരിച്ചാൽ തന്നെയും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്ത് ഇപ്പൊ നേതാവ് പിണറായി മത്സരിപ്പിച്ചാൽ മതി. സത്യം, പിണറായി ഈ പറയുന്നത് പോലെ എത്ര കുറ്റം പറയുമ്പോഴും ഞാൻ ഈ പറഞ്ഞ പോലെ ജനത്തിൽ അയാളെ കൊള്ളാം, ഒരു കാര്യം തീരുമാനം എടുത്ത് നടത്താൻ കൊള്ളാം, തന്റെ ഇടം ഉള്ളവനാണ് എന്നുള്ള രീതിയിലേക്കുള്ള വർത്തമാനം. അതായത് ഈ പിണറായിക്ക് അപ്പുറം ഒരു നേതാവ് അപ്പുറത്ത് മത്സരിക്കാനില്ലാത്ത ഒരവസ്ഥ പ്രതിപക്ഷത്ത്. അതുപോലെ ഇപ്പുറത്ത് പിണറായി വിജയൻ നയിക്കുന്നു, അപ്പുറത്ത് അതുപോലെ അയാൾക്ക് സമമായിട്ട് നയിക്കാനില്ലാത്തൊരവസ്ഥ, അത് കോൺഗ്രസിന്റെ. ആ സമയത്താണ് എന്നെ കൊള്ളാമെന്ന് നാട്ടുകാർ പറഞ്ഞു, ദാണ്ട കണ്ടോ റിപ്പോർട്ട് ദാണ്ടെന്നും പറഞ്ഞിട്ട് ഇയാളുടെ ടെക്സിൽ ഇട്ടേക്കുന്നത്. മനസ്സിലായിട്ടുണ്ടോ? ബാക്കിയുള്ളവനെല്ലാം എന്നെക്കാട്ടി പുറയിലാണ്, എന്നിട്ട് എന്നെ ഉമാരടിപ്പിക്കുന്നത്, ഇതെന്തൊരു കോൺഗ്രസ് ആണ്, കോൺഗ്രസിന് അവരുടെ താല്പര്യങ്ങളല്ലേ ഉള്ളൂ, രാജ്യ താല്പര്യമില്ലല്ലോ, ഞാൻ പറയുന്നതിനകത്ത് രാജ്യ താല്പര്യമാണല്ലോ ഉള്ളത്, എന്റെ ഭാഗത്ത് ന്യായമില്ലേ, അപ്പൊ എന്നെ അംഗീകരിക്കുന്നില്ല, എന്നാലും ഞാൻ കോൺഗ്രസ്സാ, ഞാൻ പോത്തില്ല, പുള്ളി പറയുന്നു. അപ്പം കൃത്യമായ കോൺഗ്രസ്സുകാരൻ പുള്ളി ആയല്ലോ, ശശി തരൂർ ആയല്ലോ. അപ്പൊ ശശി തരൂരിന്റെ കൂടെ കോൺഗ്രസ്സുകാർ ശശി തരൂരിന്റെ കൂടെ കൂടും. കോൺഗ്രസ്സുകാർ ശശി തരൂരിന്റെ കൂടെ കൂടിയാലുള്ള ഗുണം എന്തുവാ? ശശി തരൂരിന് കോൺഗ്രസ്സുകാർ കൂടുമ്പോൾ കോൺഗ്രസിനകത്തിന് വെളിയിലാണ് ശശി തരൂർ. അപ്പൊ ഈ കോൺഗ്രസിനാൾക്കാർ ശശി തരൂരിന്റെ കൂടെ നിന്നാൽ ശശി തരൂരിനെ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇവന്മാർക്ക് ഞാൻ നാളെ കാലത്ത് വോട്ട് ചെയ്യുന്നില്ല, എന്നാ ഇപ്രാവശ്യം ഇരിക്കട്ടെ BJP-ക്കോ അല്ലെങ്കിൽ CPM-നോ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യും, ഇവന്മാർ അധികാരത്തിൽ വരത്തില്ല. ഇത് തന്നെ ശശി തരൂർ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പം വാടാ ഞാനാ മുഖ്യമന്ത്രി എന്ന് ശശി തരൂർ പറയുമ്പോൾ അത് കോൺഗ്രസിന് വലിയ പ്രശ്നം ഉണ്ടാക്കും. കോൺഗ്രസിനകത്ത് അവര് പറയുന്നത്, നേതാക്കന്മാരെന്ന് പറയുമ്പോൾ, യൂത്ത് കോൺഗ്രസ്സുകാരെന്ന് പറയുമ്പോൾ, 1 രൂപയുടെ പണി ചെയ്ത ഈനായിട്ട് വന്നിട്ട് ഇതെല്ലാം നേടിയെടുത്തിട്ട് ഞങ്ങൾക്ക് കിട്ടണ്ട മുഖ്യമന്ത്രി സ്ഥാനവും മറ്റേതും മറിച്ചുകൊണ്ട് പോകും, എന്ത് വന്നാലും വന്നില്ലേലും ഇവനെ ഞങ്ങൾ കേട്ടത്തില്ലെന്നാണ് അവരുടെ അഭിപ്രായം. ഏതായാലും 2026-ലും ഈ അമേരിക്കയിലൊക്കെ പോയിരിക്കുന്ന ആ മനുഷ്യൻ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആ മനുഷ്യൻ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായിട്ട് വരുമോ എന്ന് സംശയിക്കത്തക്ക രീതിയിലേക്കുള്ള ഒരു നീക്കങ്ങൾ ഒക്കെ തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ശശി തരൂരിന്റെ പണിയിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നു. ഏതായാലും ശശി തരൂർ ഇറങ്ങി, ഞാൻ താൻ മുഖ്യമന്ത്രി, ഇതാണ് നമുക്കിപ്പോ വാർത്തയിൽ വരുന്ന റിപ്പോർട്ട്. എന്തായാലും ശശി തരൂർ അങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിന് സമ്മർദ്ദമേറുകയാണ്. ശശി തരൂർ ഉണ്ടാക്കുന്ന ചില വിവാദങ്ങൾ അറിഞ്ഞോ അറിയാതെയോ കേരളത്തിൽ CPM-ന് അനുകൂലമായ ഒരു തരംഗം ഉണ്ടാക്കിയേക്കാം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ചർച്ചകളും ഒക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ.